സ്വാഗതം. നമ്മൾ ഇന്ന് ദി ഹിന്ദു പത്രത്തിലെയും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിലെയും വിവരങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. വിഷയം ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ FTA. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതെ, തീർച്ചയായും. കാരണം ഇത് പല ഏരിയകളെയും ടച്ച് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ, നമ്മുടെ സമ്പദ്വ്യവസ്ഥ, ആരോഗ്യം, അങ്ങനെ പലതും. അപ്പോൾ ഈ കരാറിന് കുറേ സാമ്പത്തിക സാധ്യതകളുണ്ട്, അതേസമയം ചില ആശങ്കകളും, പ്രത്യേകിച്ച് ഈ പൊതുജന ആരോഗ്യത്തിന്റെ കാര്യം. അതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. അല്ലേ, തുടങ്ങാമല്ലോ? തുടങ്ങാം. ഇത് ഇപ്പോൾ UPSC പ്രിലിംസ് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇന്ത്യൻ എക്കോണമി, ഗവർണൻസ്, ആരോഗ്യം ഇതിലൊക്കെ വരും. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2, അതായത് ദ്വിരാഷ്ട്ര കരാറുകൾ, ഹെൽത്ത് പോളിസികൾ. പിന്നെ GS പേപ്പർ 3, ഇന്ത്യൻ എക്കോണമി, ട്രേഡ് എഗ്രിമെന്റ്സിന്റെ പ്രത്യാഘാതങ്ങൾ. ഇതിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ശരി. അപ്പോൾ ഈ FTA, ഇന്ത്യ UK FTA, എന്താണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ? വലിയൊരു നാഴികക്കല്ലാണെന്നൊക്കെ പറയുമുണ്ടല്ലോ. ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. മുമ്പുണ്ടായിരുന്ന റോഡ് മാപ്പ് 2013 ശേഷം ഇപ്പോൾ ഇന്ത്യ UK വിഷൻ 2035 എന്നൊരു പുതിയ ഒരു സഹകരണ രൂപരേഖ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ നമ്മുടെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലെ MSME അവർക്ക്, പിന്നെ ടെക്സ്റ്റൈൽസ്, ലെതർ പ്രോഡക്ട്സ്, ജ്വല്ലറി, ഈ മേഖലകളിലെല്ലാം കയറ്റുമതി കൂട്ടാൻ ഇത് സഹായിക്കും. കാരണം താരിഫ് കുറയുമല്ലോ. ഓക്കെ, അപ്പോൾ UK മാർക്കറ്റിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് വരാം. അതെ, കൂടുതൽ സ്വീകാര്യത കിട്ടും. ഈ സാമ്പത്തിക കാര്യങ്ങളല്ലാതെ വേറെന്തെങ്കിലും തന്ത്രപരമായ നേട്ടങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതുപോലുള്ള സ്ട്രാറ്റജിക് ഏരിയാസിൽ സഹകരണം കൂട്ടാനും ഈ കരാർ ലക്ഷ്യമിടുന്നുണ്ട്. പിന്നെ ആഗോളതലത്തിൽ നോക്കുമ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് UKയുടെ ഒരു സപ്പോർട്ട്, അതും ഇതിലൂടെ ഒരു പക്ഷേ ഉറപ്പാക്കാൻ പറ്റിയേക്കാം. ഇന്ത്യൻ പ്രൊഫഷണൽസിന് UKയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഈ നേട്ടങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ ആ ആശങ്ക ഒരു മറുവശം കൂടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? അതാണ് പ്രധാന വെല്ലുവിളി എന്ന് തോന്നുന്നു. അതെ, അതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ കരാർ കാരണം ഉയർന്ന അളവിൽ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഹൈ ഫാറ്റ്, ഷുഗർ, സോൾട്ട്, HFSS എന്ന് പറയുന്നത്. അതെ, HFSS, അത്തരം പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് UKയിൽ നിന്ന് കുറഞ്ഞ ഇറക്കുമതി തീരുവയിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ഷമിക്കണം, ഈ HFSS എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ജങ്ക് ഫുഡ് പോലെയാണോ? പിന്നെ ഇത് ആരോഗ്യത്തെ ബാധിക്കും എന്ന് പറഞ്ഞല്ലോ. NCD എന്നൊരു വാക്കും കേട്ടു, അതെന്താണ്? നല്ല ചോദ്യമാണ്. HFSS എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ഈ കൊഴുപ്പും പഞ്ചസാരയും ഉപ്പും കൂടിയ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ ജങ്ക് ഫുഡ് എന്നൊക്കെ വിളിക്കുന്ന തരം. NCDs എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ജീവിതശൈലി കൊണ്ട് വരുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികളല്ല. പ്രമേഹം, ഹൃദ്രോഗം, ഓവർവെയ്റ്റ്, ചില ക്യാൻസറുകൾ, അതൊക്കെ NCDs ആണ്. ഈ HFSS ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നത് സ്വാഭാവികമായും ഇത്തരം NCDs വരാനുള്ള റിസ്ക് കൂട്ടും. ഓ, അപ്പോൾ ഈ സാധനങ്ങൾ വില കുറഞ്ഞിവിടെ കിട്ടിയാൽ അത് വലിയ പ്രശ്നമാകുമല്ലോ. തീർച്ചയായും, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടി വരുന്നൊരു സമയത്ത് വില കുറഞ്ഞാൽ ആളുകൾ കൂടുതൽ വാങ്ങും, കഴിക്കും. ഇതിന് സമാനമായൊരു അനുഭവം മുന്നിലുണ്ട്. മെക്സിക്കോയുടെ കാര്യം. അമേരിക്കയുമായി നാഫ്റ്റ കരാർ വന്നതിന് ശേഷം അവിടെ അമിതവണ്ണവും പ്രമേഹവും ഭയങ്കരമായി കൂടി. ഓ, അതോടൊപ്പം നമ്മൾ കാണേണ്ട വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യയിലെ ഭക്ഷണ പാക്കറ്റുകളിലെ ലേബലിംഗ്, ഫ്രണ്ട് ഓഫ് പാക്ക് ന്യൂട്രീഷൻ ലേബലിംഗ്, FOPNL എന്ന് പറയും. അതത്ര സ്ട്രോങ് അല്ല. FOPL, അതെന്താണെന്ന് കൂടി ഒന്ന് പറയാമോ? പറയാം. FOPNL എന്ന് പറഞ്ഞാൽ പാക്കറ്റിന് മുൻഭാഗത്ത് തന്നെ അതിലെ പ്രധാന പോഷക വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ HFSS പോലുള്ള ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്ത ഘടകങ്ങളുടെ അളവ്, സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്ന സിസ്റ്റമാണ്. ചില രാജ്യങ്ങളിലൊക്കെ നല്ല വ്യക്തമായ വാർണിംഗ് ലേബലുകൾ ചിലപ്പോൾ ചുവപ്പ് നിറത്തിലൊക്കെ കൊടുക്കാറുണ്ട്. ഇന്ത്യയിലിപ്പോൾ ചർച്ചയിലുള്ള സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. മനസ്സിലായി. അപ്പോൾ ഈ സാമ്പത്തിക നേട്ടം വേണം, പക്ഷെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പേടിയുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ചെയ്യും?
ഒരു വിശകലനത്തിൽ എങ്ങനെ കാണണം ഇതിനെ? അതൊരു ബാലൻസിംഗ് ആക്ട് തന്നെയാണ് ചുരുക്കി പറഞ്ഞാല്. ഗുണങ്ങൾ എന്തൊക്കെയാ? കയറ്റുമതി കൂടും, MSME, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി മേഖലകൾക്ക് നല്ലതാണ്. ഡിഫൻസ്, സെക്യൂരിറ്റി പോലുള്ള തന്ത്രപ്രധാന കാര്യങ്ങളിൽ UK സഹകരണം കൂടും. ആഗോളതലത്തിൽ UN പോലുള്ള ഇടങ്ങളിൽ പിന്തുണ കിട്ടിയേക്കാം. പ്രൊഫഷണൽസിന് അവസരം കൂടും. ഇതൊക്കെ നേട്ടങ്ങളാണ്. ശരി. പക്ഷേ വെല്ലുവിളികളോ? ഈ HFSS സാധനങ്ങൾ വരുന്നത് കാരണം ഒരു പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ഉണ്ടാവാം. NCDs കൂടാം. നിലവിലെ ഈ ലേബലിംഗ്, പിന്നെ പരസ്യം നിയന്ത്രിക്കുന്ന നിയമങ്ങളൊക്കെ അതൊക്കെ വീക്കാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ചെറിയ യൂണിറ്റുകൾ, അവർക്ക് വലിയ മത്സരം നേരിടേണ്ടി വരും. ഇതൊക്കെയാണ് ദോഷങ്ങൾ. അപ്പോ ഈ മെക്സിക്കോയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമല്ലേ? ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വ്യാപാരവും വേണം, ആരോഗ്യവും വേണം. എന്താ വഴി? ഏറ്റവും പ്രധാനം, ഈ കരാറുകൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതിന്റെയൊക്കെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ, അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. എന്നിട്ട് ആവശ്യമായ സേഫ് ഗാർഡ്സ്, സംരക്ഷണ വ്യവസ്ഥകൾ കരാറിൽ തന്നെ ഉൾപ്പെടുത്താൻ നോക്കണം. രാജ്യത്തിനകത്ത് FSSAI മുൻകൈയെടുത്ത് നല്ല സ്ട്രോങ് ആയ വ്യക്തമായ മുന്നറിയിപ്പ് ലേബലുകൾ, വാർണിംഗ് ലേബലുകൾ നിർബന്ധമാക്കണം. ആ സ്റ്റാർ റേറ്റിംഗ് പോലത്തെ കൺഫ്യൂസിംഗ് സിസ്റ്റം മാറ്റണം എന്നാണോ? അതെ, അത് പുനഃപരിശോധിക്കണം. പിന്നെ ഈ ജങ്ക് ഫുഡ് പരസ്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്, അതിന് നല്ല നിയന്ത്രണം വേണം. ചിലപ്പോൾ ഈ HFSS പ്രോഡക്ട്സിന് ഒരു എക്സ്ട്രാ ടാക്സ്, സിൻ ടാക്സ് എന്നൊക്കെ പറയില്ലേ, അതും ആലോചിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യ UK FTA എന്ന് പറയുന്നത് വലിയ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ അതേസമയം പൊതുജന ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഈ സാമ്പത്തിക വളർച്ചയും ജനങ്ങളുടെ ആരോഗ്യവും, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇന്ത്യ എന്തു ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഒരുപക്ഷേ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളെക്കുറിച്ച് നമ്മളും കുറച്ചുകൂടി ബോധവാന്മാരാകേണ്ടി വരുമോ? ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയല്ലേ? ഇതൊരു ചിന്തയാണ്. എന്തായാലും ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ജമ്മു കശ്മീർ ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണത്തെപ്പറ്റിയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, അതായത് UAPA. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഏതൊക്കെ വിഷയങ്ങളുമായിട്ട് ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം? തീർച്ചയായും. ഇപ്പോൾ UPSC പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ പോളിറ്റി, ഭരണഘടന, ആ ഭാഗത്താണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മൗലികാവകാശങ്ങൾ, ആർട്ടിക്കിൾ 19, പിന്നെ ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ്, യുക്തിസഹമായ നിയന്ത്രണങ്ങളെന്ന് പറയില്ലേ, അതുപോലെ UAPA പോലുള്ള നിയമങ്ങൾ. അതുകൂടാതെ ആഭ്യന്തര സുരക്ഷ അഥവാ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന പേപ്പറിലും ഇത് റെലവൻ്റ് ആണ്. കാരണം ഇത് UAPA പറ്റിയും പിന്നെ ജമ്മു കശ്മീരിലെ സാഹചര്യങ്ങളെപ്പറ്റിയും പറയുന്നുണ്ടല്ലോ. ശരി. അപ്പോ എന്താണ് ഈ വിഷയത്തിലെ പ്രധാന വാർത്ത? കോടതിയുടെ കണ്ടെത്തൽ എന്തായിരുന്നു? ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജമ്മു കാശ്മീർ നിയമവിരുദ്ധമായിട്ടാണ് ഇന്ത്യയുടെ ഭാഗമായതെന്നും അത് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെടണമെന്നും വാദിക്കുന്നത്. അത് UAPA നിയമപ്രകാരം ഒരു കുറ്റകൃത്യമാണ് എന്നാണ്. അതൊരു വെറും അഭിപ്രായ പ്രകടനമായി കാണാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ഇത് UAPAയുടെ ഏത് സെക്ഷൻ വെച്ചിട്ടാണ് കുറ്റകരമാകുന്നത്? അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെ. ഇത് UAPAയുടെ സെക്ഷൻ 13 പ്രകാരമുള്ള കുറ്റമാണെന്ന് കോടതി എടുത്തു പറഞ്ഞു. അതായത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനം അഥവാ അൺലോഫുൾ ആക്ടിവിറ്റിയിൽ ഒരാൾ പങ്കെടുക്കുകയോ അതിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുകയോ ചെയ്താൽ അവർക്ക് 7 വർഷം വരെ തടവു ശിക്ഷ കിട്ടാം ഈ വകുപ്പ് പ്രകാരം. ഈ കേസിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു വിചാരണാ കോടതി പ്രതികളെ വെറുതെ വിട്ടതായിരുന്നു. ആ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എന്നിട്ട് ഇവർക്കെതിരെ കുറ്റം ചുമത്താൻ നിർദ്ദേശിച്ചു. അപ്പോൾ അതിന്റെ ഗൗരവം കൂടുന്നുണ്ട്. ശരി. അപ്പോൾ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി എന്താണ് ഈ UAPA നിയമം? അതിന്റെ ഒരു ബേസിക് ഐഡിയ തരാമോ? UAPAയെ നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭീകരവിരുദ്ധ നിയമമായിട്ടാണ് കാണുന്നത്. ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും സംഘടനകളും തടയുക. ഇത് സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ട്, സാധാരണ നിയമങ്ങളിലില്ലാത്ത ചില അധികാരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ലോ എന്നൊക്കെ പറയാറുണ്ട്. മനസ്സിലായി. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെ ഓർത്തിരിക്കണം? പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള വിദേശികൾക്കും ബാധകമാണ്.
2. ഇന്ത്യക്ക് പുറത്തുവച്ച് ചെയ്യുന്ന കുറ്റങ്ങൾക്കും ഇത് ബാധകമാവാം. അതൊന്നെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണെങ്കിൽ. പിന്നെ മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2019 ഭേദഗതിയാണ്. അതനുസരിച്ച് സംഘടനകളെ മാത്രമല്ല, ആവശ്യമെങ്കിൽ വ്യക്തികളെയും ഭീകരവാദികളായി പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരം കിട്ടി. ഓക്കെ, ഈ കോടതി വിധിയിൽ പറഞ്ഞ നിയമവിരുദ്ധ പ്രവർത്തനം അഥവാ അൺലോഫുൾ ആക്ടിവിറ്റി എന്നതിനെ UAPA എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതാണല്ലോ ഈ കേസിന്റെ കാതൽ. അതെ, വളരെ കറക്റ്റാണ്. UAPയുടെ സെക്ഷൻ 2(O)യിലാണ് ഈ നിർവചനം വരുന്നത്. അതനുസരിച്ച് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം, അതായത് സെഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വേർപെടണം, സെസഷൻ എന്നൊക്കെ പറയുന്നതോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഏത് ആക്ടിവിറ്റിയും നിയമവിരുദ്ധമാണ്. അതുപോലെ ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതും നിരാകരിക്കുന്നതും ഇതിന്റെ പരിധിയിൽ വരും. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ ഈ നിർവചനത്തെ അടിസ്ഥാനമാക്കിയാണ്. എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണല്ലോ, ഈ നിയമം നമ്മുടെ മൗലികാവകാശങ്ങളെ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19 തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്നത്. അതിലൊരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതിലെ ചില വാക്കുകൾ, ഈ നിയമവിരുദ്ധ പ്രവർത്തനം, ഭീകരപ്രവർത്തനം എന്നൊക്കെയുള്ള നിർവചനങ്ങൾ, അത് ചിലപ്പോഴെങ്കിലും ഒരു അവ്യക്തതയുണ്ട്, വേഗാണ് എന്നും ഇത് സർക്കാരിനെ വിയോജിപ്പുകളെ അടിച്ചമർത്താനും അഭിപ്രായ സ്വാതന്ത്ര്യം കുറയ്ക്കാനും ഒരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്നും വിമർശനങ്ങളുണ്ട്. പക്ഷേ മറുവശത്ത് സർക്കാർ പറയുന്നത് രാജ്യസുരക്ഷ, അഖണ്ഡത ഒക്കെ വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി ഭരണഘടന തന്നെ അനുവദിക്കുന്ന ന്യായമായ നിയന്ത്രണങ്ങൾ, ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ ഭാഗമാണ് UAPA പോലുള്ള നിയമങ്ങളെന്നാണ് സർക്കാർ വാദം. ഇത് തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ് ഒരു ജനാധിപത്യത്തിൽ. ശരിയാണ്. അപ്പോൾ UAPAയുമായി ബന്ധപ്പെട്ട ഈ പ്രധാന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തീർച്ചയായും. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം തരാം. ഒരു ജനാധിപത്യ രാജ്യത്ത് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇത്തരം ശക്തമായ നിയമങ്ങളും അതേസമയം ഒരു പൗരന്റെ മൗലികമായ അഭിപ്രായ സ്വാതന്ത്ര്യവും, ഇവ തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ എങ്ങനെയാണ് നമുക്ക് കൈവരിക്കാൻ കഴിയുക? ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തുഗ്ലക്കാബാദ് കോട്ടയെക്കുറിച്ചാണ്. നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം ഒരു 700 വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണിത്. ഇന്ന് ഒരുപാട് ഭാഗങ്ങൾ നാശാവശിഷ്ടങ്ങളായിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ കഥകൾ, ചരിത്രം, പിന്നെ UPSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെ പ്രയോജനപ്പെടും, പ്രത്യേകിച്ച് പ്രിലിംസിന്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. തുഗ്ലക്കാബാദ് എന്ന് പറയുന്നത് ഡൽഹിയിലെ 3ാമത്തെ നഗരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണിത്. അപ്പോ തുടങ്ങാം. ഈ കോട്ട ഇത് സ്ഥാപിച്ചത് തുഗ്ലക് രാജവംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക് ആണല്ലോ, അല്ലേ? അതെ, ഗിയാസുദ്ദീൻ തുഗ്ലക്. അപ്പോ ഖിൽജിമാരുടെ ഭരണമൊക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു പുതിയ രാജവംശം തുടങ്ങുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം, ഈ കോട്ട പണിയുന്നതിൽ പ്രത്യേകിച്ചും? ഭീഷണി വടക്കു പടിഞ്ഞാട് നിന്നുള്ള മംഗോളിയൻ ആക്രമണങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ ആരവല്ലി കുന്നുകളുടെ മുകളിൽ കുറച്ച് ഉയരത്തിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഈ കോട്ട പണിതാൽ ആ പ്രതിരോധത്തിനത് വളരെ സഹായകമാകും. UPSC പ്രിലിംസിലേത് ഡൽഹി സുൽത്താനേറ്റ്, പിന്നെ തുഗ്ലക് രാജവംശത്തിന്റെ തുടക്കം, അതുപോലെ മധ്യകാല ഇന്ത്യയിലെ പ്രതിരോധം, ഈ ഭാഗത്തൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ പ്രതിരോധമായിരുന്നു മെയിൻ എന്ന് മനസ്സിലായി. പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോട്ട പെട്ടെന്ന് തന്നെ ഉപേക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. അതിനൊരു കഥയുണ്ടല്ലോ. ആ സൂഫി സന്യാസി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, അദ്ദേഹത്തിന്റെ ശാപം കാരണമാണ് ഇത് ഉപേക്ഷിച്ചത് എന്ന്. എന്താണ് ഇതിന്റെ ഒരു ശരിക്കുള്ള കാര്യം? ആ കഥ ഭയങ്കര പ്രശസ്തമാണ്. അത് ശരിക്കും അന്നത്തെ ഒരു രാഷ്ട്രീയവും മതപരവുമായ ഒരു അധികാരത്തർക്കത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ചരിത്രകാരന്മാർ ആ ശാപകഥയെ അങ്ങനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഗിയാസുദ്ദീൻ തുഗ്ലക്കും നിസാമുദ്ദീൻ ഔലിയയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നത് സത്യമാണ്. അതൊരു കിണർ പണിയുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കാര്യത്തിലും പിന്നെ ഭരണത്തിൽ ആർക്ക് കൂടുതൽ സ്വാധീനം എന്നതിലുമൊക്കെ തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷെ കോട്ട ഉപേക്ഷിക്കാൻ കാരണം അതല്ല. യഥാർത്ഥ കാരണം ഗിയാസുദ്ദീന്റെ മകൻ,
അതായത് അടുത്ത സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരു തീരുമാനമായിരുന്നു. ആ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ തലസ്ഥാനം മാറ്റിയത് അതും ഭയങ്കര ഫേമസ് ആണല്ലോ. അതെ അതെ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്തു ചെയ്തു? തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി തെക്കോട്ട് ഡെക്കാനിലെ ദേവഗിരിയിലേക്ക്. അതിന് ദൗലത്താബാദ് എന്ന് പിന്നീട് പേരിട്ടു. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, സാമ്രാജ്യം വലുതായപ്പോൾ അതിൻ്റെ ഒരു നടുക്ക്, ഒരു കേന്ദ്രഭാഗത്ത് തലസ്ഥാനം കൊണ്ടുവരിക. ഡെക്കാൻ ഭാഗം നന്നായി ഭരിക്കാൻ അത് സഹായിക്കും. പിന്നെ ഈ മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്ന് കുറച്ചുകൂടി സുരക്ഷിതമായൊരിടത്തേക്ക് മാറുക എന്നതും ഒരു ലക്ഷ്യമായിരിക്കാം. അപ്പോൾ ഈ തലസ്ഥാനം മാറ്റിയതോടെ തുഗ്ലക്കാബാദിന് പഴയ പ്രാധാന്യം ഇല്ലാതായി. പതിയെ പതിയെ ആളുകൾ അവിടം ഉപേക്ഷിച്ചു. ഈ തലസ്ഥാനം മാറ്റം, അതിൻ്റെ കാരണങ്ങൾ, ഫലങ്ങൾ ഒക്കെ UPSCക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. ശരി ശരി. അപ്പോൾ അതാണ് യഥാർത്ഥ കാരണം. ഇനി ഈ കോട്ടയുടെ ഒരു നിർമ്മാണ രീതി, അതിന്റെ ആർക്കിടെക്ചർ, തുഗ്ലക്ക് വാസ്തുവിദ്യയുടെ എന്ത് പ്രത്യേകതകളാണ് ഇതിൽ കാണാൻ പറ്റുന്നത്? തുഗ്ലക്ക് വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ പൊതുവെ അതിലൊരു ലാളിത്യം കാണാം. പിന്നെ പ്രതിരോധത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. തുഗ്ലക്കാബാദ് കോട്ട ഇതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. പ്രധാനമായിട്ടും ഒന്ന്, ഈ ചെരിഞ്ഞ ഭിത്തികളാണ്. ബാറ്റർ വാൾസ് എന്ന് പറയും. അത് കെട്ടിടത്തിന് നല്ല ഉറപ്പും കൊടുക്കും, പ്രതിരോധിക്കാനും നല്ലതാണ്. പിന്നെ അലങ്കാരങ്ങൾ വളരെ കുറവായിരിക്കും. മുമ്പത്തെ കാലത്തെ പോലെ ഒരുപാട് കൊത്തുപണികളൊന്നും കാണില്ല. ഒരുപക്ഷേ പൈസ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയോ ആയിരിക്കാം. പിന്നെ ചാരനിറത്തിലുള്ള മണൽക്കല്ലുകളാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഒരു നഗരം തന്നെ ഉണ്ടായിരുന്നു. കൊട്ടാരങ്ങൾ, വെള്ളം സംഭരിക്കാനുള്ള ടാങ്കുകൾ, ധാന്യപ്പുരകൾ, കാവൽ ഗോപുരങ്ങളൊക്കെ. UPSCയിലെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്ത് തുഗ്ലക്ക് വാസ്തുവിദ്യ പഠിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ ചെരിഞ്ഞ ഭിത്തികൾ, ലാളിത്യം, ഇതൊക്കെ. ഈ വാസ്തുവിദ്യ കൂടാതെ മറ്റെന്തെങ്കിലും ഒരു സാംസ്കാരിക പ്രാധാന്യം, സൂഫിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. അദ്ദേഹവുമായുള്ള ബന്ധം തന്നെ പ്രധാനം. അദ്ദേഹം ചിസ്തി പരമ്പരയിലെ വലിയൊരു സൂഫി സന്യാസിയായിരുന്നു. പിന്നെ ചില പാരമ്പര്യങ്ങളനുസരിച്ച് സൂഫി സംഗീതമായ ഖവാലിയുടെ വളർച്ചയ്ക്ക് കാരണമായ സമാസംവാദങ്ങൾ ഒരുപക്ഷെ ഈ കോട്ടയുടെ അടുത്തോ അല്ലെങ്കിൽ ആ കാലത്തോ നടന്നിരിക്കാം. സമ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർക്കാനുള്ള സംഗീത സദസ്സുകളാണ്. ചിലപ്പോൾ അതിൽ പാട്ടും ഡാൻസുമൊക്കെ ഉണ്ടാകാം. ചിസ്തി സന്യാസിമാർ ഇതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇത് ഇന്ത്യൻ കൾച്ചറിൽ സൂഫിസത്തിന്റെ സ്വാധീനം പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്നാണ്. ഓക്കെ. അപ്പോൾ UPSC പ്രിലിംസിനു വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയാവുന്നത് ഇവയൊക്കെയാണ് അല്ലേ? ഒന്ന്, ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, അതായത് തുഗ്ലക് വംശസ്ഥാപകൻ കോട്ട പണിതത്. അതെ. 2, തുഗ്ലക്കാബാദ് കോട്ട തന്നെ. അതിന്റെ സ്ഥാനം ആരവല്ലി കുന്നുകൾ, ലക്ഷ്യം മംഗോൾ പ്രതിരോധം. ശരിയാണ്. 3, തുഗ്ലക്ക് വാസ്തുവിദ്യ, ആ ചരിഞ്ഞ ഭിത്തികൾ, അലങ്കാരം കുറവ്, ലാളിത്യം. പ്രധാന പോയിന്റുകൾ. 4, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ചിഷ്തി സൂഫി സന്യാസി, സുൽത്താനുമായിട്ടുള്ള ആ ഒരു ബന്ധം. 5, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, തലസ്ഥാനം മാറ്റിയത് ദൗലത്താബാദിലേക്ക്, അതിന്റെ കാരണങ്ങളും ഫലങ്ങളും. വളരെ പ്രധാനം. 6, സമ, സൂഫി സംഗീതം, ഖവാലിയുമായുള്ള ബന്ധം. അതെ, കൃത്യമാണ്. ഈ പോയിന്റുകളൊക്കെ മധ്യകാല ഇന്ത്യ, ഡൽഹി സുൽത്താനേറ്റ്, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അപ്പോ തുഗ്ലക്കാബാദ് കോട്ടയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഒരു ചരിത്ര സ്മാരകത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഭരണപരവും സാംസ്കാരികവുമായ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ കിട്ടിക്കാണും. ഒരു കാലത്ത് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ കോട്ട ഇന്നിങ്ങനെ നാശാവശിഷ്ടമായി കിടക്കുന്നത് കാണുമ്പോൾ എന്താ പറയുക? ചരിത്രത്തിലെ ചില തീരുമാനങ്ങൾക്ക് എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? ശരിയാണ്. ഒരു ഭരണാധികാരിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. പക്ഷേ ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്കും ആ സ്വപ്നം അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. ഒരു തീരുമാനം കൊണ്ട് മാത്രം. അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഇന്ത്യ-ചൈന ബന്ധങ്ങളെക്കുറിച്ചാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ചില ലേഖനങ്ങളും വിശകലനങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടും, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും നോക്കാം. അപ്പോൾ UPSC പ്രസക്തിയുടെ കാര്യം ആദ്യം തന്നെ പറയാം, അല്ലേ?
ഇത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രിലിംസിന് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതിൽ തന്നെ ഇന്ത്യ ചൈന, പിന്നെ LAC, SCO, WMCC പോലുള്ള കാര്യങ്ങൾ, പിന്നെ ജിയോഗ്രഫി ഭാഗത്ത് ബ്രഹ്മപുത്ര അഥവാ യാർലിംഗ് സാങ്പോ നദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-വിൽ ഇന്ത്യയും അയൽരാജ്യങ്ങളും, പിന്നെ ഉഭയകക്ഷി പ്രാദേശിക ആഗോള കൂട്ടായ്മകൾ, ഈ ഭാഗങ്ങളിലൊക്കെ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ഈ 2020-ലെ ഗാൽവാൻ പ്രശ്നത്തിന് ശേഷം ശരിക്കും വഷളായ ബന്ധം അതൊന്ന് സാധാരണ നിലയിലാക്കാൻ ചില ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യ ഇപ്പോൾ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസകൾ വീണ്ടും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൈലാഷ് മാനസരോവർ യാത്ര, നേരിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ, അതൊക്കെ പുനരാരംഭിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. ശരിയാണ്. പക്ഷേ ഈ ലേഖനങ്ങളൊക്കെ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൗഹൃദപരമായ നീക്കങ്ങളിങ്ങനെ നടക്കുമ്പോഴും അടിസ്ഥാനപരമായ തന്ത്രപരമായ പ്രശ്നങ്ങൾ, അതായത് 2020-ൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ LAC-യിൽ ചൈന നടത്തിയ കടന്നുകയറ്റത്തിന്റെ മൂലകാരണങ്ങൾ, അതൊന്നും ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഓഹോ. അതെ, ആ കടന്നുകയറ്റത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതിനെക്കുറിച്ചോ പഴയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചോ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ഒരു പ്രധാന ചോദ്യം വരുന്നുണ്ടല്ലോ. അതായത് ഇന്ത്യയുടെ ഒരു മുൻ നിലപാടുണ്ടായിരുന്നല്ലോ, അതിർത്തിയിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായാൽ മാത്രമേ മറ്റു ബന്ധങ്ങളൊക്കെ സാധാരണ നിലയിലാക്കാൻ പറ്റൂ എന്നത്. അതിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോവുകയാണോ? കാരണം ഈ പ്രധാന പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ ടൂറിസം പോലുള്ള കാര്യങ്ങളിൽ നോർമൽസിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഈ വിശകലനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്. അതായത് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക, ട്രൂപ്പ് ഡീഎസ്കലേഷൻ, 2020 ഏപ്രിലിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് മടങ്ങുക, പിന്നെ ഈ തർക്കപ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തുക, പഴയ പട്രോളിംഗ് അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ഇതിലൊന്നും കാര്യമായൊരു പുരോഗതിയും വന്നിട്ടില്ല. അങ്ങനെയിരിക്കെ ടൂറിസം, യാത്ര പോലുള്ള കാര്യങ്ങളിൽ മാത്രം നോർമലൈസേഷൻ നടക്കുന്നത്, അത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോവുകയാണോ എന്നൊരാശങ്കയുണ്ട്. ഇതൊരു തരം 2020-ന് ശേഷമുള്ള ഒരു പുതിയ നോർമൽ, ന്യൂ നോർമൽ അംഗീകരിക്കുന്നത് പോലെയാകുമോ? അത് യഥാർത്ഥ വിശ്വാസം വളർത്താൻ എത്രത്തോളം സഹായിക്കും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഈ വിഷയത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില നയതന്ത്ര സംവിധാനങ്ങളുണ്ടല്ലേ? പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ WMCC, പിന്നെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് SR എന്നിവയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? പറയാം. WMCC, അതായത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ-ചൈന ബോർഡർ അഫയേഴ്സ്, ഇത് 2012-ലാണ് സ്ഥാപിച്ചത്. ഇത് പ്രധാനമായും ഒരു നയതന്ത്ര സംവിധാനമാണ്. ശ്രദ്ധിക്കണം, സൈനികതല ചർച്ചയല്ല ഇത്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ, സംഭവങ്ങളൊക്കെ യഥാസമയം ചർച്ച ചെയ്യാനും ആശയവിനിമയം നിലനിർത്താനും അതുവഴി സമാധാനം ഉറപ്പാക്കാനുള്ള ഒരു വേദി. സാധാരണയായി ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിൽ പങ്കെടുക്കാറ്. ശരി. പിന്നെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് SR എന്ന് പറയുന്നത്, അത് 2003-ൽ തുടങ്ങിയതാണ്. ഇത് അതിർത്തി തർക്കത്തിന് ഒരു രാഷ്ട്രീയപരമായ പരിഹാരം, ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് കണ്ടെത്താനുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു സംവിധാനമാണ്. സാധാരണയായി ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഓക്കേ. തമ്മിലുള്ള വ്യത്യാസം, പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ അതിർത്തിയിലപ്പോൾ സജീവമായ സംഘർഷമില്ലാത്തൊരവസ്ഥ, ഒരു വെടിനിർത്തൽ പോലെ വേണമെങ്കിൽ കരുതാം. പക്ഷേ നോർമാൽസി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വിപുലമാണ്. വ്യാപാരം, യാത്ര, സാംസ്കാരിക വിനിമയം, രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ട ഊഷ്മളമായൊരു ബന്ധത്തെയാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിർത്തിയിൽ ഈ സമാധാനവും സ്വസ്ഥതയും ഉറപ്പാക്കാതെ ഈ നോർമാൽസി സാധ്യമല്ല എന്നതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഉറച്ച നിലപാട്. ഈ നിർവചനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇതിനെ എങ്ങനെ കാണാം? കാരണം ഒരു വശത്ത് വലിയ തർക്കത്തിലുള്ള അതിർത്തി, മറുവശത്ത് വലിയ വ്യാപാര ബന്ധം, ഇങ്ങനെയുള്ളൊരു ശക്തനായ അയൽരാജ്യത്തെ ഇന്ത്യ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇതൊരു വലിയ ചോദ്യമാണല്ലോ മെയിൻസിൽ. അതെ, തീർച്ചയായും. ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ ഈ വിശകലനങ്ങൾ ഒരു മൾട്ടി ട്രാക്ക് സമീപനം എന്നാണ് പറയുന്നത്. അതായത് അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുക, അതേസമയം തന്നെ യാത്ര, വ്യാപാരം പോലുള്ള മറ്റു മേഖലകളിൽ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകാനും ശ്രമിക്കുക. ഓക്കെ. പക്ഷേ
ഇവിടെയാണ് വിമർശനം വരുന്നത്. ഈ വിശകലനങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ അതിർത്തി പ്രശ്നത്തെ മറ്റു ബന്ധങ്ങളിൽ നിന്ന് വേർപെടുത്താൻ, അതായത് അതിനെ ഡീഹൈഫനേറ്റ് ചെയ്യാൻ ചൈനയെ അനുവദിക്കുന്നത് വഴി ഇന്ത്യയുടെ വിലപേശൽ ശേഷി കുറഞ്ഞു പോകുമോ എന്നാണ്. അതിർത്തിയിലെ പ്രധാന പ്രശ്നം പരിഹരിക്കാതെ മറ്റു കാര്യങ്ങളിൽ സഹകരിക്കുമ്പോൾ അത് ചൈനയ്ക്ക് ഗുണകരമാവുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഈ മൾട്ടി ട്രാക്ക് സമീപനത്തിന്റെ സാധ്യതകളും അതേസമയം അതിലെ അപകടങ്ങളും എന്തൊക്കെയാണ്? സാധ്യതകളായിട്ട് പറയുന്നത്, ഒന്ന്, ഇത് കുറച്ചുകൂടി പ്രായോഗികമാണ്. കാരണം സാമ്പത്തിക ബന്ധം പൂർണ്ണമായി മുറിച്ചു കളയുക എന്നത് എളുപ്പമല്ല. പിന്നെ നയതന്ത്രപരമായ വാതിലുകൾ തുറന്നിടാൻ ഇത് സഹായിക്കും. സംഘർഷം വഷളാകാതെ ഒരു പരിധിവരെ തടയാനും ഇത് ഉപകരിച്ചേക്കാം. എന്നാൽ അപകടസാധ്യതകളാണ് കൂടുതൽ ഗൗരവമായി കാണേണ്ടത്. ഒന്ന്, ഇന്ത്യയുടെ വിലപേശൽ ശേഷി ദുർബലപ്പെടാം. രണ്ട്, 2020 ശേഷമുള്ള അതിർത്തിയിലെ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ, ഒരു ന്യൂ സ്റ്റാറ്റസ് കോവിനെ നമ്മൾ പരോക്ഷമായി അംഗീകരിക്കുന്നത് പോലെയാകാം. മൂന്നാമത്, അടിസ്ഥാനപരമായ വിശ്വാസമില്ലായ്മ അങ്ങനെ തന്നെ നിലനിൽക്കും. നാലാമതായി, ഇത് ഭാവിയിൽ ചൈനയ്ക്ക് കൂടുതൽ കടന്നുകയറ്റങ്ങൾ നടത്താൻ ഒരു ധൈര്യം കൊടുക്കുമോ എന്ന ഭയവും നിലവിലുണ്ട്. അപ്പോ എന്താണ് ഒരു മുന്നോട്ടുള്ള വഴി? അതിർത്തിയിൽ സമാധാനമില്ലാതെ സാധാരണ ബന്ധങ്ങളില്ല എന്ന അടിസ്ഥാന നിലപാട് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പാടില്ല. സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും 2020 ഏപ്രിലിന് മുൻപുള്ള ആ തൽസ്ഥിതി സ്റ്റേറ്റസ് കോ ആൻഡെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ ആവശ്യം തുടർന്നുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം അതിർത്തിയിലെ യഥാർത്ഥ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ സുതാര്യതയും വേണം. മറ്റു മേഖലകളിലെ സഹകരണമാവാം, പക്ഷേ LACയിലെ 2020 മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കുക എന്നത് യഥാർത്ഥ നോർമൽസി കൈവരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻവ്യവസ്ഥയായി തന്നെ തുടരണം. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. ഈ അതിർത്തിയിലെ പ്രശ്നം പരിഹരിക്കാതെ മറ്റു കാര്യങ്ങളിൽ മുന്നോട്ടു പോകുമ്പോഴുണ്ടാകുന്ന സങ്കീർണതകൾ, അതിനെ എങ്ങനെ മറികടക്കും എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്. ഭാവിയിൽ ഈ തന്ത്രപരമായ കാര്യങ്ങൾ എങ്ങനെ മാറിമറിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത ചർച്ച ചെയ്യാം. സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഒരു അതീവ ഗുരുതരമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപകടകരമായ ശുചീകരണം, അതായത് ഹസാർഡസ് ക്ലീനിംഗ്. നമ്മളിതിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും തോട്ടിപ്പണിയും നിയമലംഘനവും ഒരു സാമൂഹിക യാഥാർത്ഥ്യം എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കി. ശരിയാണ്. ഇതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ ഈ വിഷയം എന്താ പറയുക, UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ അതെ. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രസക്തമായ കാര്യങ്ങൾ ഇതിലുണ്ട്. സാമൂഹിക വിഷയങ്ങൾ, ഗവേണൻസ്, പോളിറ്റി, എത്തിക്സ് എല്ലാറ്റിലും വരും അല്ലേ? തീർച്ചയായും. GS പേപ്പർ 1, 2, 4 എല്ലാത്തിനും ഇതിന് പ്രാധാന്യമുണ്ട്. സാമൂഹിക ശാക്തീകരണം, ദുർബല വിഭാഗങ്ങൾ, നിയമങ്ങൾ, പിന്നെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം, അങ്ങനെ പലതും. ശരി, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു ഞെട്ടിക്കുന്ന കണക്കുതിയാണ് തുടങ്ങേണ്ടതെന്ന് തോന്നുന്നു. 150 പേർ. അതെ, 2013 തോട്ടിപ്പണി നിരോധിക്കാൻ നിയമം വന്നതാണ്. ഈ അപകടകരമായ ശുചീകരണം തടയാനും നിയമമുണ്ട്. കോടതി ഇടപെടലുകളുണ്ടായി, നമസ്തേ പോലത്തെ പദ്ധതികൾ ഉണ്ട്. എന്നിട്ടും ഈ മരണങ്ങൾ തുടരുന്നു പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിയമം ഒരു വശത്ത്, യാഥാർത്ഥ്യം മറുവശത്ത്. ഈ 2013 നിയമം, അതായത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആസ് മാനുവൽ സ്കാവെഞ്ചേഴ്സ് ആൻഡ് ദെയർ റീഹാബിലിറ്റേഷൻ ആക്ട്, ആ നിയമം അത് തോട്ടിപ്പണി മാത്രമല്ല നിരോധിക്കുന്നത്. തോട്ടിപ്പണി എന്ന് വെച്ചാൽ അറിയാവല്ലോ, മനുഷ്യ വിസർജ്യം നേരിട്ട് കൈകൊണ്ടെടുക്കുക, ചുമക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ. അതോടൊപ്പം തന്നെ ഒരു സുരക്ഷാ ഉപകരണവും ഇല്ലാതെ അഴുക്കുചാലുകൾ, സെപ്റ്റിക് ടാങ്കുകളൊക്കെ വൃത്തിയാക്കുന്നതും ഈ നിയമം അപകടകരമായ ശുചീകരണം ആയി കണ്ട് നിരോധിക്കുന്നുണ്ട്. ശരി. ഇത് ചരിത്രപരമായി നോക്കിയാൽ ദളിത് സമൂഹങ്ങളിൽ അടിച്ചേൽപ്പിച്ചൊരു തൊഴിലാണ്. ശരി. ഇപ്പോഴും അത് തുടരുന്നു എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ്. ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശം. അതെ, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. പിന്നെ ആർട്ടിക്കിൾ 17, അയിത്ത നിർമ്മാർജ്ജനം, ഇവയെല്ലാം ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും മാറ്റം വളരെ പതുക്കെയാണല്ലോ.
രാജ്യത്താകെ കണ്ടെത്തിയ ഒരു 57,000-ലധികം തൊഴിലാളികളുണ്ട് സർവേ പ്രകാരം. അതിലേകദേശം 17,000 പേർക്ക് മാത്രമാണ് ഈ PPE കിറ്റ്, അതായത് സുരക്ഷാ ഉപകരണങ്ങൾ, നൽകിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അതൊരു വലിയ വീഴ്ചയല്ലേ? നിയമം നടപ്പാക്കുന്നതിലെ പരാജയം തന്നെയല്ലേ? പോരാത്തതിന് സർക്കാർ സ്ഥാപനങ്ങൾ വരെ ആളുകളെ വെച്ച് ഓട വൃത്തിയാക്കാൻ ടെൻഡർ വിളിക്കുന്നു എന്നും കേൾക്കുന്നു. അതെ, അതാണ് വിരോധാഭാസം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിയമം നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന ഒരു ഉദാസീനത. ചിലപ്പം ഈ കോൺട്രാക്ടർമാരും താഴെയുള്ള ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ഒത്തുകളിയുണ്ടാവാം. സുരക്ഷാ കാര്യങ്ങളൊന്നും പലപ്പോഴും നോക്കാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ ജാതിചിന്തകൾ. ഇന്നും ഈ ജോലി ചെയ്യുന്നവരിൽ ഒരു 2/3 ഭാഗവും ദലിത് വിഭാഗക്കാരാണ്. അപ്പോ സമൂഹത്തിന് പൊതുവെ ഒരു നിസ്സംഗതയുണ്ട്. അത് ശരിയാണ്. ഒരു അപകടമുണ്ടായാൽ പോലും ആരാണോ യഥാർത്ഥത്തിൽ ഉത്തരവാദി, അതായത് പ്രിൻസിപ്പൽ എംപ്ലോയർ, സാധാരണ മുനിസിപ്പാലിറ്റിയോ അവർ കരാർ കൊടുത്ത ഏജൻസിയോ ഒക്കെ ആവും, അവരൊക്കെ രക്ഷപ്പെടും. താഴെയുള്ള ഏതെങ്കിലും സൂപ്പർവൈസർക്കെതിരെ ഒരു കേസെടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ പുനരധിവാസം, അതിനുള്ള പാക്കേജുകൾ പലപ്പോഴും പേരിനു മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് ഈ തൊഴിലിൽ നിന്ന് പുറത്തുകടക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണല്ലോ നമസ്തേ എന്ന പദ്ധതി കൊണ്ടുവന്നത്, നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം. അതെ, നമസ്തേ. ശുചീകരണം യന്ത്രവൽക്കരിക്കുക, തൊഴിലാളികളെ വിദഗ്ധരാക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം. പക്ഷേ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളും പിന്നെ ഫണ്ടിന്റെ കുറവുമൊക്കെ കാരണം ആ പദ്ധതിക്ക് എത്രത്തോളം മുന്നോട്ടു പോകാൻ പറ്റുന്നുണ്ട്? പദ്ധതിയുടെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ നടപ്പാക്കുന്നതിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഫണ്ടിന്റെ കുറവൊരു പ്രശ്നം തന്നെ. പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ കണക്കുകൾ, ഡാറ്റ ഗ്യാപ്പ്. അതെ, ഡാറ്റ ഗ്യാപ്പ്. ഗ്രാമങ്ങളിലെ ശുചീകരണ തൊഴിലാളികളെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ പദ്ധതി ആസൂത്രണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആർക്കാണ് സഹായം വേണ്ടതെന്ന് കൃത്യമായി അറിയില്ല. ശരിയാണ്. എങ്കിലും ചില നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒഡീഷയിൽ തൊഴിലാളികൾക്ക് ഈ മെഷീനുകൾ, വാഹനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ റോബോട്ടുകളെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന്. ആഹാ, റോബോട്ടുകളോ? അതെ. അപ്പൊ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും എന്നതിന്റെ സൂചനകളാണിതൊക്കെ. കൊള്ളാം. അപ്പോൾ ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഇതൊരു സിസ്റ്റമിക് പ്രശ്നമാണ്. അപ്പൊ പല തലങ്ങളിൽ ഒരേ സമയം കാര്യങ്ങൾ ചെയ്യണം. ലേഖനം പറയുന്ന പ്രധാന കാര്യങ്ങൾ: 1, ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് പോലെയുള്ളവ പൂർണ്ണമായും മെഷീൻ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. യന്ത്രവൽക്കരണം. അതെ, 100%. 2, ഈ ജോലിയെ ഒരു ലൈസൻസുള്ള സേവനമാക്കി മാറ്റണം. ലൈസൻസുള്ള സേവനം? അതിനെ അതായത് തൊഴിലാളികൾക്ക് ഈ മെഷീനുകൾ വാങ്ങാൻ ലോൺ കൊടുക്കുക, കുറഞ്ഞ പലിശയ്ക്ക്. അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റോ സ്ഥിരമായി വർക്ക് കിട്ടാൻ കോൺട്രാക്ട് ഉറപ്പാക്കുക. 3, നിയമലംഘനം. അതായത് ഒരാളെ അറിഞ്ഞുകൊണ്ട് ഈ അപകടകരമായ ജോലിക്കിറക്കുന്നത്, അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആക്കണം. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം, ഗൗരവമുള്ള കുറ്റമാക്കണം. അതെ. മരണം സംഭവിച്ചാൽ പ്രധാന തൊഴിലുടമ, അതായത് പ്രിൻസിപ്പൽ എംപ്ലോയർ, അവരെ തന്നെ ഉത്തരവാദിയാക്കണം. സൂപ്പർവൈസറെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ശരിയാണ്. പിന്നെ നമസ്തേ പദ്ധതി, അത് ഗ്രാമപഞ്ചായത്ത് തലത്തിലേക്കും കൊണ്ടുവരണം. കാരണം ഗ്രാമങ്ങളിലെ പ്രശ്നം പലപ്പോഴും ആരും കാണുന്നില്ല. അവസാനമായിട്ട് പുനരധിവാസം പാക്കേജ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. വെറുതെ കുറച്ച് ക്യാഷ് കൊടുത്താൽ പോരാ. അവർക്ക് താമസിക്കാൻ വീട്, കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉറപ്പാക്കണം. അതോ ചുരുക്കി പറഞ്ഞാൽ നിയമങ്ങളൊക്കെയുണ്ട്, പക്ഷെ അത് നടപ്പാക്കാൻ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവുണ്ട്, സമൂഹത്തിന്റെ ഒരുതരം മരവിപ്പുണ്ട്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു. അതെല്ലാം ഉണ്ട്. ഇതൊക്കെ കാരണം ഈ അപകടകരമായ ജോലി ഇപ്പോഴും തുടരുന്നു. കർശനമായി നിയമം നടപ്പാക്കണം, ടെക്നോളജി മുഴുവനായി ഉപയോഗിക്കണം, പിന്നെ മനുഷ്യന്റെ അന്തസ്സ് മാനിക്കുന്ന രീതിയിൽ പുനരധിവാസം നടപ്പാക്കണം. തീർച്ചയായും. ഈ നിയമങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഒക്കെ അപ്പുറം മനുഷ്യത്വമില്ലാത്ത ഈ സമ്പ്രദായം തീർത്തുമില്ലാതാക്കാൻ, ഈ ജോലി ചെയ്യുന്ന ഓരോ മനുഷ്യനും അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാൻ നമ്മുടെ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയിൽ എന്ത് മാറ്റം വരണം? ശരിയാണ്. ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെ. നിയമവും ടെക്നോളജിയും മാത്രം പോരാ, സാമൂഹികമായ ഒരു മാറ്റം കൂടി വേണം എന്ന ചിന്തയോടെ നമുക്കിന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്താം.
അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാന വാർത്തകളാണ്. ഇതിനായിട്ട് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന 2 ആർട്ടിക്കിൾസ്, അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയങ്ങൾ? നിങ്ങൾക്ക്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് പ്രസക്തമാവുന്നത്? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം, അല്ലേ? നമ്മൾ ആദ്യം നോക്കുന്നത് കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഈ ആദ്യത്തെ ലേഖനം അനങ്ങുന്ന ഇന്ത്യയും വോട്ടവകാശ നിഷേധവും, ഇത് പ്രധാനമായും ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. അതായത് കുടിയേറ്റ തൊഴിലാളികൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്നു എന്നൊരു ഗുരുതരമായ ആരോപണം. ശരിയല്ലേ? ഇതിന്റെ ഒരു UPSC പ്രസക്തി അതെങ്ങനെയാണ് വരുന്നത്? തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രിലിംസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷൻ, പിന്നെ ജനപ്രാതിനിധ്യ നിയമം, അതായത് RP ആക്ട് 1950, ഇതുമായിട്ടൊക്കെ ചോദ്യങ്ങൾ വരാം. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 1 മൈഗ്രേഷൻ, പോപ്പുലേഷൻ, അങ്ങനെയുള്ള വിഷയങ്ങൾ. പിന്നെ GS പേപ്പർ 2 RP ആക്ടിന്റെ പ്രധാന കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ, ഗവൺമെന്റ് പോളിസികൾ, ഇതൊക്കെ വരും. ഈ ലേഖനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാൽ, 1, ബീഹാറിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR, ഈ പ്രക്രിയ കാരണം കുടിയേറ്റ തൊഴിലാളികൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രധാന വാദം. രണ്ടാമതായിട്ട് 1950 RP ആക്ടിൽ പറയുന്ന സ്ഥിരം താമസക്കാരൻ, അതായത് ഓർഡിനറി റെസിഡൻസ് എന്ന ആശയം, ഇത് ഇന്നത്തെ ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യം. അതായത് ഏകദേശം 45 കോടിയിലധികം വരുന്ന ആഭ്യന്തര കുടിയേറ്റക്കാർ, അവരുടെ ജീവിതവുമായിട്ട് ഇത് അത്ര പൊരുത്തപ്പെടുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ആഭ്യന്തര കുടിയേറ്റക്കാരുള്ളൊരു സംസ്ഥാനമാണ് ബീഹാർ എന്ന കാരണം പറഞ്ഞ് ഈ വർഷം മാത്രം 12 ലക്ഷം പേരെയാണ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. 12 ലക്ഷം. അത് ഞെട്ടിക്കുന്ന കണക്കാണല്ലോ. അതെ. ലേഖനം പൗരത്വവും സിറ്റിസൺഷിപ്പും പിന്നെ താമസവും റെസിഡൻസിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. വോട്ട് ചെയ്യാൻ താമസമാണ് പ്രധാനം, പൗരത്വം മാത്രം പോരാ. അതൊരു മുൻവ്യവസ്ഥയാണെങ്കിലും. പിന്നെ അമേരിക്കയിലെ ആബ്സെന്റി ബാലറ്റ്സ്, ഓസ്ട്രേലിയയിലെ മൊബൈൽ പോളിംഗ് പോലുള്ള പരിഹാരങ്ങൾ, അതൊക്കെ ഇന്ത്യക്കും നോക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഓർമ്മ വെക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എന്തൊക്കെയാവും? ഓർഡിനറി റെസിഡൻസ്, ഇത് RP ആക്ട് 1950 പ്രകാരമുള്ളതാണ്. പിന്നെ സിറ്റിസൺഷിപ്പും റെസിഡൻസിയും തമ്മിലുള്ള വ്യത്യാസം, ഡിസൻഫ്രാഞ്ചൈസിംഗ് അഥവാ വോട്ടവകാശം നിഷേധിക്കൽ, പിന്നെ ഈ പറഞ്ഞ ആബ്സെന്റി മെയിൽ ഇൻ ബാലറ്റ്, മൊബൈൽ പോളിംഗ് എന്നിവയൊക്കെയാണ് പ്രധാനം. ശരി. ഇനിയിപ്പോൾ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കാം? അതെ, മെയിൻസിൽ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി വരാം. ഇത് ശരിക്കും പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിലെ കുടിയേറ്റ യാഥാർത്ഥ്യവും പിന്നെ 20ാം നൂറ്റാണ്ടിലെ തിരഞ്ഞെടുപ്പ് നിയമവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേടാണ്. ഇതൊരു സാമൂഹ്യനീതിയുടെ വിഷയം കൂടിയാണ്. കാരണം ഇത് കൂടുതലായി ബാധിക്കുന്നത് പാവപ്പെട്ട കുടിയേറ്റക്കാരെയാണ്. ഇലക്ഷൻ കമ്മീഷൻ, അതായത് ECI, അവരുടെ ഭാഗം ന്യായീകരിക്കുന്നത് അവർക്ക് നിയമപരമായ അധികാരമുണ്ട്, പിന്നെ വോട്ടർ പട്ടിക ശുദ്ധിയുള്ളതായിരിക്കണമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇതിനെതിരെ വിമർശനങ്ങളുമുണ്ട്. ഇത് വ്യവസ്ഥാപിതമായൊരു വോട്ടവകാശ നിഷേധമാണ്. നിയമം കാലഹരണപ്പെട്ടെന്നാണ്. ECI കുറച്ചുകൂടി ക്രിയാത്മകമായി ഇടപെടേണ്ടതായിരുന്നു എന്നൊക്കെയാണ് വിമർശനങ്ങൾ. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, നിയമത്തിൽ ഭേദഗതി വരുത്തുക, പിന്നെ ആഗോള മാതൃകകൾ, ഈ പറഞ്ഞ പോലെ റിമോട്ട് വോട്ടിംഗ് മെഷീനുകൾ, RVMS പോലുള്ളവ സ്വീകരിക്കുക. ECI കുറച്ചുകൂടി പ്രോആക്റ്റീവ് ആകണം, വോട്ടർ ബോധവൽക്കരണം കൂട്ടണം. ഓക്കെ. അപ്പോൾ ഈ പുടീഗ് കുഴിയാളികളുടെ വോട്ടവകാശം ഒരു വലിയ വിഷയമായി നിൽക്കുന്നു. ഇനി നമുക്ക് അടുത്ത ലേഖനത്തിലേക്ക് കടക്കാം, അല്ലേ? അതും ദ ഹിന്ദുവിൽ വന്നതാണ്. ബീഹാർ വോട്ടർ പട്ടിക, അധികാര പരിധി ലംഘനം. ഇത് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തൊരു സത്യവാങ്മൂലത്തെക്കുറിച്ചും അതിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചുമാണല്ലേ? അതെ. ECI ബീഹാറിലെ ഈ വോട്ടർ പട്ടിക പുനഃപരിശോധനയെ ന്യായീകരിച്ചു. അതിനെതിരെ വന്ന വിമർശനങ്ങളാണ് ഈ ലേഖനത്തിൽ. ഇതിന്റെ UPSC പ്രസക്തി നോക്കിയാൽ പ്രിലിംസിൽ വീണ്ടും ECI, RP ആക്ട് 1950, പിന്നെ പൗരത്വ നിയമ ഭേദഗതികൾ, NRC, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326, ഇതൊക്കെ വരും. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2 ECIയുടെ അധികാരങ്ങൾ, അധികാര വിഭജനം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്,
പിന്നെ സർക്കാർ നയങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പ്രധാനമാണ്. ഈ ലേഖനത്തിലെ പ്രധാന കാര്യങ്ങൾ: ഒന്ന്, ECI അവരുടെ നടപടിയെ ന്യായീകരിക്കുന്നത് ആർട്ടിക്കിൾ 326ഉം RP ആക്ട് 1950 ഉദ്ധരിച്ചാണ്. അതായത് വോട്ടർമാർ പൗരന്മാരായിരിക്കണം. എന്നാൽ ബീഹാറിൽ അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് എന്ന് ECI പറയുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് വിമർശനം. ഈ നടപടി നിലവിലുള്ള വോട്ടർമാരുടെ മേൽ അവരുടെ പൗരത്വം വീണ്ടും തെളിയിക്കേണ്ട ഒരു ഭാരം അതുണ്ടാക്കുന്നുണ്ട്. പിന്നെ ECI ഇതിനായി ഉപയോഗിക്കുന്നത് 2003 പൗരത്വ ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകളാണ്. ഇത് ശരിക്കും NRC നടപ്പാക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ NRC അസമിലല്ലാതെ വേറെ എവിടെയും നടപ്പാക്കിയിട്ടില്ലല്ലോ. ശരിയാണ്. അപ്പോ പൗരത്വം നിർണയിക്കാൻ ശരിക്കും അധികാരമില്ലാത്ത ECI ആ ഒരു ജോലി ഏറ്റെടുക്കുന്നു. ഇത് അധികാരപരിധി ലംഘനമാണ്, അതായത് ജുറിസ്ഡിക്ഷണൽ ഓവർറീച്ച് ആണ് എന്നൊരു വാദം ശക്തമായി ഉയരുന്നുണ്ട്. ആധാർ, റേഷൻ കാർഡൊക്കെ തെളിവായി സ്വീകരിക്കണം എന്ന സുപ്രീം കോടതി നിർദ്ദേശം പോലും ECI തള്ളി എന്നും ലേഖനം പറയുന്നു. അപ്പോ ഈ ജുറിസ്ഡിക്ഷണൽ ഓവർറീച്ച് അല്ലെങ്കിൽ അധികാരപരിധി ലംഘനം, അതായത് ECI അവരുടെ ജോലി അല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു എന്നതാണോ ഇതിലെ പ്രധാന പ്രശ്നം? മെയിൻസ് പരീക്ഷയ്ക്ക് ഇതെങ്ങനെ വിശകലനം ചെയ്യാം? അതെ, അതുതന്നെയാണ് പ്രധാന പോയിന്റ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ, പൗരത്വം, പ്രത്യേകിച്ച് CA-NRCയുടെ പശ്ചാത്തലത്തിൽ, പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, ഇവയെല്ലാം ഒരുമിച്ച് വരുന്നൊരു വിഷയമാണിത്. ECI അതിന്റെ അധികാരപരിധിക്ക് പുറത്തുകടന്ന് പൗരത്വ പരിശോധന നടത്തുന്നു എന്ന ആരോപണമാണ് മുഖ്യം. ECIയുടെ വാദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആർട്ടിക്കിൾ 326, RP ആക്ട്, പട്ടിക ശുദ്ധീകരിക്കണം എന്നൊക്കെ. എന്നാൽ വിമർശനങ്ങൾ ഇത് ECIയുടെ പണിയല്ല, ജുറിസ്ഡിക്ഷണൽ ഓവർറീച്ച്, തെളിവില്ല, ലാക്ക് ഓഫ് എവിഡൻസ്, പൗരത്വം തെളിയിക്കേണ്ട ഭാരം ജനങ്ങളുടെ മേൽ വരുന്നു, ഷിഫ്റ്റിംഗ് ദ ബർഡൻ ഓഫ് പ്രൂഫ് എന്നിവയാണ്. ഇതിലെ പ്രിലിംസ് ആശയങ്ങൾ ഇലക്ട്രോൾ റോൾ റിവിഷൻസ്, സമ്മറി വേഴ്സസ് സ്പെഷ്യൽ ഇൻറ്റൻസീവ്, ഡി നോവോ പ്രിപ്പറേഷൻ, പുതുതായി ഉണ്ടാക്കൽ, സിറ്റിസൺഷിപ്പ് ആക്ട് 1955ഉം 2003 ഭേദഗതിയും, പിന്നെ NRC അസമിൽ മാത്രം നടപ്പാക്കിയതും എന്നിവയാണ്. മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണം? ECI അവരുടെ യഥാർത്ഥ ചുമതലയിൽ, അതായത് യോഗ്യരായവരെ ചേർക്കുക എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിലവിലെ പ്രക്രിയകൾ കൂടുതൽ ശക്തമാക്കണം. ഒരുപക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വ്യക്തമായ വിധി ഈ വിഷയത്തിൽ ആവശ്യമായി വന്നേക്കാം. ഈ പ്രക്രിയ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം. ശരി. അപ്പൊ ഈ 52 രമലും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു വശത്ത് വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കണം, മറുവശത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലെ, പ്രത്യേകിച്ച് കുടിയേറ്റം ചെയ്യുന്ന കോടിക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം സംരക്ഷിക്കണം. ഇത് തമ്മിലുള്ള ഒരു വലിയ വടംവലി നമ്മൾ കാണുന്നുണ്ടല്ലേ? അതോടൊപ്പം ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരവരുടെ അധികാരപരിധിയിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇത് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും. നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കാം. നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ എങ്ങനെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഈ ചലനാത്മകതയെ, ഈ മാറ്റങ്ങളെ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റാം? അതോടൊപ്പം തന്നെ കൃത്രിമത്വങ്ങൾക്കെതിരെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. എന്നാൽ ദുർബലരായ പൗരന്മാരുടെ മേൽ അനാവശ്യമായ ഭാരം ചുമത്താനും പാടില്ല. അങ്ങനെയുള്ളൊരു സന്തുലിതമായ സംവിധാനം എങ്ങനെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപക്ഷേ അത്രയധികം ചർച്ച ചെയ്യപ്പെടാത്ത, പക്ഷെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നോക്കുന്നത്. അതെ, ഇന്ത്യയിലെ നഗരങ്ങളിലെ മുങ്ങിമരണങ്ങൾ. അർബൻ ഡ്രൗണിംഗ് എന്ന് പറയും. അതെ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നിശബ്ദ ദുരന്തം, അല്ലേ? ശരിയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, ഇതിന്റെ വ്യാപ്തി, പിന്നെ പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണ്, പരിഹാരങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നതാണ്. തീർച്ചയായും. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ UPSC പരീക്ഷ വെച്ച് നോക്കുമ്പോഴോ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇതിന് പ്രസക്തിയുണ്ട്. പ്രിലിംസിലോ? പ്രിലിംസിൽ നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിൽ തന്നെ ഈ ഏർബൻ ഫ്ലഡിംഗ്, അതായത് നഗരങ്ങളിലെ വെള്ളപ്പൊക്കം. ആഹാ, അത് സ്ഥിരം കേൾക്കുന്നതാണല്ലോ. അതെ. പിന്നെ ഗവേണൻസ് ഭാഗത്ത് NDMA,
നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ സ്മാർട്ട് സിറ്റീസ് മിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പരിസ്ഥിതിയിൽ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ, ഇതിലൊക്കെ ചോദ്യം വരാം. ഓക്കെ. മെയിൻസിലാണെങ്കിലോ? മെയിൻസില് ഇതിന് നല്ല റോളുണ്ട്. GS പേപ്പർ 1 നഗരവൽക്കരണം, അതിന്റെ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് വരും. ശരി. പിന്നെ GS പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രധാന വിഷയം തന്നെയാണല്ലോ, അവിടെയും വരും. GS പേപ്പർ 2 സർക്കാർ നയങ്ങൾ, പോളിസി മേക്കിംഗ്, അതിന്റെ നടത്തിപ്പ്, ആ ഭാഗത്തും ഇത് കണക്ട് ചെയ്യാം. അപ്പൊ ശരി, വിഷയത്തിലേക്ക് വരാം. ഈ ലേഖനങ്ങളിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ മുങ്ങിമരണമെന്ന് കേൾക്കുമ്പോൾ വലിയ പുഴകളോ കടലോ ഒക്കെയാണ് ഓർക്കുക. അതെ, പക്ഷേ ഇവിടെയാണ് കാര്യം. നഗരങ്ങളിൽ അങ്ങനെയല്ല. തുറന്ന ടാങ്കുകൾ, നിർമ്മാണത്തിനു വേണ്ടി എടുത്ത കുഴികൾ, ഓ, അശാസ്ത്രീയമായ ഓടകൾ, എന്തിന് വീടുകളിൽ അശ്രദ്ധമായി വെക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം പോലും ചിലപ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, വലിയ അപകടമാവാം. ശരിയാണ്. പിന്നെ ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പങ്ക് വരുന്നത്. അതെങ്ങനെയാണ്? കാരണം ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമുക്കറിയാമല്ലോ, അതിതീവ്ര മഴ കൂടുകയാണ്. ഇത് നഗരങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന്, അർബൻ ഫ്ലഡിങ്ങിന് കാരണമാവുന്നു. ഓടകളൊന്നും താങ്ങാതെ വരുന്നത്. അതെ. അപ്പോൾ ഈ ചെറിയ അഴുക്കുചാലുകളും കുഴികളുമൊക്കെ പെട്ടെന്ന് മരണക്കെണിയായി മാറാം. WHO, ലോകാരോഗ്യ സംഘടന പറയുന്നത് ശ്രദ്ധേയമാണ്. പ്രളയവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഏകദേശം 75% മുങ്ങിമരണമാണെന്നാണ്. 75%? അതെ. പലപ്പോഴും ഇതിനു പിന്നിൽ മോശം ഡിസൈനും മെയിന്റനൻസുമാണ്. അതായത് അശാസ്ത്രീയമായ നിർമ്മാണ രീതികളും പരിപാലനത്തിലെ കുറവും. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നത്. സ്മാർട്ട് സിറ്റികൾ പോലെയുള്ള വലിയ പദ്ധതികൾ വരുമ്പോഴും ഈ പ്രളയത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി, അതായത് ഫ്ലഡ് റെസിലിയൻസ്, അതിനു വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ശരിയാണ്. അതാണ് നമ്മൾ കാണുന്ന ഒരു പ്രധാന പോരായ്മ. എന്തിനധികം നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA അവരുടെ നയങ്ങളിൽ പോലും മുങ്ങിമരണത്തെ ഒരു പ്രത്യേക ഫോക്കസ് ഏരിയയായിട്ട് വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഓ, അപ്പോ ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും സമൂഹവും എല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ശരി. അപ്പോൾ പ്രിലിംസിനു വേണ്ടി ഓർത്തിരിക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ നഗരപ്രളയം, ഏർബൻ ഫ്ലഡിംഗ് തന്നെ. അതായത് കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാതെ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ. കാലാവസ്ഥാ മാറ്റം, അശാസ്ത്രീയ നഗരവൽക്കരണം, ജലാശയങ്ങൾ നികത്തുന്നത്, മാലിന്യം, ഇതൊക്കെ കാരണങ്ങളാണ്. ഓക്കെ. പിന്നെ ദുരന്ത സാധ്യത ലഘൂകരണം, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, DRR. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമീപനമാണ്. അതായത് ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ട് അത് കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കുക. പ്രതിരോധത്തിനാണ് ഊന്നൽ. ശരി. അടുത്തത് പ്രളയ പ്രതിരോധശേഷി, ഫ്ലഡ് റെസിലിയൻസ്. ഒരു നഗരത്തിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പ്രളയത്തെ നേരിടാനും അതിജീവിച്ച് തിരിച്ചുവന്നാനുമുള്ള കഴിവ്. നല്ല പ്ലാനിംഗ്, മുന്നറിയിപ്പ് സംവിധാനം, ആളുകളുടെ കെയറെടുപ്പ്, ഇതൊക്കെ അതിൽ വരും. പിന്നെ തീർച്ചയായും സ്മാർട്ട് സിറ്റീസ് മിഷൻ, ടെക്നോളജി ഉപയോഗിച്ച് നഗരങ്ങളിലെ ജീവിത നിലവാരം കൂട്ടാനുള്ള കേന്ദ്ര പദ്ധതി. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും ഈ റെസിലിയൻസിന് പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാം. ഇന്ത്യയിലെ നഗരവൽക്കരണം വളരെ വേഗത്തിലാണ്, പക്ഷെ പലപ്പോഴും ആസൂത്രണമില്ലാതെയാണെന്ന് പറയാറുണ്ട്. അതെ. മുംബൈ, ചെന്നൈ, ബംഗളൂരു, നമ്മുടെ കൊച്ചി, ഇവിടെയെല്ലാം അർബൻ ഫ്ലഡിംഗ് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും നമ്മൾ ഈ മുങ്ങിമരണങ്ങളെ വെറും ഒറ്റപ്പെട്ട അപകടങ്ങളായിട്ട് മാത്രം കണ്ടാൽ അതിന്റെ നയപരമായ പ്രാധാന്യം കുറഞ്ഞുപോകും. ശരിയാണ്. ഇത് ശരിക്കും മോശം നഗരഭരണം, കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ, പൊതുജനാരോഗ്യത്തിലെ ശ്രദ്ധക്കുറവ്, ഇതെല്ലാം ഒരുമിച്ചു വരുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്കിൽ ഇതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. സൈദ്ധാന്തികമായി നമ്മുടെ സിസ്റ്റത്തിന് ശക്തിയുണ്ടോ? NDMA ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. സൈദ്ധാന്തികമായി നോക്കിയാൽ NDMA പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. 2010 അർബൻ ഫ്ലഡിങ്ങിനു വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വലിയ ദുരന്തങ്ങൾ, ഭൂകമ്പം, ചുഴലിക്കാറ്റ് പോലുള്ളവ നേരിടാൻ നമ്മൾ താരതമ്യേന സജ്ജരുമാണ്. പക്ഷെ പ്രായോഗിക തലത്തിലെ പോരായ്മകൾ, അതാണോ പ്രശ്നം? അതെ, അതാണ് പ്രധാനം. ഒന്ന്, ദുരന്ത നിവാരണ നയങ്ങളിൽ ഈ മുങ്ങിമരണങ്ങൾ ഒരു പ്രധാന വിഷയമാകുന്നില്ല. 2,
സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഫ്ലഡ് റെസീലിയൻസിന് വലിയ മുൻഗണന കാണുന്നില്ല. പിന്നെ നഗരാസൂത്രണത്തിലെയും പരിപാലനത്തിലെയും വീഴ്ചകൾ. തുറന്നു കിടക്കുന്ന ഓടകളും കുഴികളും ഇതൊക്കെ അപകടം കൂട്ടുന്നു. പിന്നെ കൃത്യമായ ഡാറ്റയുടെ കുറവ്. എത്ര പേരിങ്ങനെ മരിക്കുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ കിട്ടാനില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഒരു സമഗ്രമായ സമീപനം വേണമെന്നാണോ? തീർച്ചയായും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം. മുങ്ങിമരണം തടയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മാത്രം ഭാഗമല്ല, അത് അർബൻ പ്ലാനിംഗിന്റെയും പബ്ലിക് ഹെൽത്തിന്റെയും ഭാഗമാകണം. ശരി. നഗരങ്ങളെ നമ്മൾ കൂടുതൽ പ്രളയ പ്രതിരോധശേഷിയുള്ളതാക്കണം. സ്പോഞ്ച് സിറ്റി എന്നൊക്കെ പറയുന്ന ആശയങ്ങളുണ്ട്. വെള്ളത്തെ സ്വാഭാവികമായി വലിച്ചെടുക്കാനും സംഭരിക്കാനും കഴിയുന്ന രീതിയിൽ നഗരങ്ങളെ മാറ്റിയെടുക്കുക. ഇൻട്രസ്റ്റിംഗ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സ്കൂളുകൾ, നീന്തൽക്കുളങ്ങൾ, നിർമ്മാണ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കണം. ടാങ്കുകൾക്ക് മൂടിവെക്കുക, കുളങ്ങൾക്ക് ചുറ്റും വേലി കെട്ടുക, ഇതൊക്കെ നിർബന്ധമാക്കണം. ബോധവൽക്കരണത്തിനും പങ്കുണ്ടാവുമല്ലോ? തീർച്ചയായും. സാമൂഹിക ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. അപകടസാധ്യതകളെക്കുറിച്ച് ആളുകൾക്ക് അറിവുണ്ടാവണം. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് നഗരങ്ങളിലെ മുങ്ങിമരണം എന്നത് നമ്മൾ കരുതുന്നതിലും ആഴത്തിലുള്ള പല ഘടകങ്ങൾ ചേർന്നൊരു പ്രശ്നമാണെന്നാണ്. അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു വിഷയം തന്നെ. അതെ. ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീടിന്റെ അടുത്തോ നിങ്ങൾ സ്ഥിരം പോകുന്ന വഴികളിലോ അപകടകരമായേക്കാവുന്ന തുറന്ന ഓടകളോ ടാങ്കുകളോ നിർമ്മാണത്തിനായെടുത്ത കുഴികളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു പൗരനെന്ന നിലക്ക് അത്തരം കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കാനോ നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നല്ല ചോദ്യമാണ്. അടുത്ത തവണ ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയുമായി നമുക്ക് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ കാണാം. നന്ദി. നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പ്രധാന വാർത്തയാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലെ ദത്തെടുക്കൽ സമ്പ്രദായം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരുപാട് പേര് കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഒരു വീടും വേണം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രക്രിയ ഇത്ര സങ്കീർണമായിരിക്കുന്നത്? നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. പിന്നെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയാണ്? പ്രിലിംസിനും മെയിൻസിനും വരുമോ? രണ്ടിലും വരാം. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ഈ സാമൂഹിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ടവ, പിന്നെ കാര, CWC പോലുള്ള സ്ഥാപനങ്ങൾ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇതൊക്കെ പ്രധാനമാണ്. ഓക്കെ. മെയിൻസിലേക്ക് വന്നാല് GS പേപ്പർ 1 സാമൂഹിക ശാക്തീകരണം, ജനസംഖ്യ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ വരാം. പിന്നെ GS പേപ്പർ 2 ഈ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, അവരുടെ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ, നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, ഇതിന്റെയൊക്കെ കീഴിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ശരി. അപ്പോ വാർത്തയിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു കണക്കുണ്ട്. അതായത് ഇന്ത്യയിൽ ദത്തെടുക്കാൻ നിയമപരമായി യോഗ്യനായ ഓരോ കുട്ടിക്കും ഏകദേശം 13 ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കാത്തിരിക്കുന്നു. അത് ശരിയാണ്. ആ കണക്ക് കാണുമ്പോൾ തോന്നും, ആവശ്യക്കാർ ഇത്രയധികം ഉള്ളപ്പോഴെന്താണ് ഈ താമസം എന്ന്, അല്ലേ? അതെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാലതാമസത്തിന് പ്രധാന കാരണം നിയമങ്ങൾ ഭയങ്കര കർശനമായതുകൊണ്ടല്ല. മറിച്ച് ദത്തെടുക്കാൻ നിയമപരമായി ലഭ്യമായ കുട്ടികളുടെ എണ്ണം, അതായത് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്ന് പറയുന്ന കുട്ടികൾ, അവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോ ആരാണ് ഒരു കുട്ടിയെ അങ്ങനെ ലീഗലി ഫ്രീ ആണെന്ന് തീരുമാനിക്കുന്നത്? അത് ജില്ലാ തലത്തിലുള്ള ശിശുക്ഷേമ സമിതികളാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് അഥവാ CWC. അവർക്കാണ് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ നിയമപരമായി സ്വതന്ത്രനാണെന്ന് പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത്. അപ്പോ അവിടെയാണോ പ്രശ്നം? ഒരു പരിധിവരെ അതെ. ഈ പ്രക്രിയ കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം. പിന്നെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം എന്താന്ന് വെച്ചാൽ, ഈ ദത്തെടുക്കൽ ഏജൻസികളിൽ മാത്രമുള്ള കുട്ടികളെ അല്ല, രാജ്യത്തെ എല്ലാ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെയും കുട്ടികളുടെ സാഹചര്യം വിലയിരുത്തി യോഗ്യരായവരെ ഈ ദത്തെടുക്കൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നതാണ്. ഇത് വളരെ കൗതുകകരമായി തോന്നുന്നു. കാരണം നമ്മൾ സാധാരണ അനാഥർ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവരെല്ലാം ദത്തെടുക്കാൻ യോഗ്യരല്ല എന്നാണോ? ശരിയാണ്. ഇന്ത്യയിൽ
അനാഥർ എന്ന് പറയപ്പെടുന്ന പല കുട്ടികൾക്കും യഥാർത്ഥത്തിൽ കുടുംബമോ മറ്റു ബന്ധുക്കളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിയമപരമായി ദത്തെടുക്കൽ സംവിധാനത്തിലേക്ക് എത്തുന്ന കുട്ടികൾ പ്രധാനമായും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അബാൻഡൻഡ്. അതെ. അല്ലെങ്കിൽ പിന്നെ മാതാപിതാക്കള്, ചിലപ്പോൾ അവിവാഹിതരായ അമ്മമാർ, അവർ സ്വമേധയാ അധികാരികളെ ഏൽപ്പിക്കുന്ന കുട്ടികൾ, റിലിങ്ക്വിഷ്ഡ്, ഇവരാണ് കൂടുതലായി വരുന്നത്. ഓക്കെ, ഇതിലെ തന്നെ വേറൊരു പ്രശ്നം കൂടിയില്ലേ? ഈ ദത്തെടുക്കാൻ വരുന്നവരുടെ താൽപ്പര്യങ്ങൾ. അതും ഒരു പ്രധാന കാര്യമാണ്. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മിക്ക രക്ഷിതാക്കളും വളരെ ചെറിയ കുട്ടികളെയാണ് നോക്കുന്നത്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ. ശരിയാണ്. ഇത് സ്വാഭാവികമായും കുറച്ചുകൂടി പ്രായമുള്ള കുട്ടികൾക്കും പിന്നെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കും ഒരു കുടുംബം കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അപ്പോ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്, കോർ കോൺസെപ്റ്റ്സ് എന്ന് പറയാവുന്നത്? തീർച്ചയായും. 1. CARA, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. ഇതാണ് ദത്തെടുക്കലിന്റെ നോഡൽ ബോഡി. 2. CWC, ശിശുക്ഷേമ സമിതി, ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. 3. ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം: ഓർഫൻ, അബാൻഡൻഡ്, റിലിങ്ക്വിഷ്ഡ്. ആ വ്യത്യാസം പ്രധാനമാണല്ലേ? അതെ. പിന്നെ ഹോം സ്റ്റഡി റിപ്പോർട്ട്, HSR, ദത്തെടുക്കാൻ വരുന്നവരുടെ സാഹചര്യങ്ങൾ പഠിക്കുന്ന റിപ്പോർട്ട്. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം ഓർക്കണം: നമ്മൾ ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തെ കണ്ടെത്തുകയാണ്, അല്ലാതെ ഒരു കുടുംബത്തിന് ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നല്ലേ ലക്ഷ്യം. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇനി മെയിൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലോ? ഇതൊരു തരം വിരോധാഭാസമല്ലേ? ലക്ഷക്കണക്കിന് കുട്ടികൾ സ്ഥാപനങ്ങളിൽ കഴിയുന്നു, പക്ഷേ ഒരു കുട്ടിക്കായി ഒരുപാട് മാതാപിതാക്കൾ വർഷങ്ങളോളം കാത്തിരിക്കുന്നു. ഒരു ധാരാളിത്വത്തിനിടയിലെ ദൗർലഭ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊരു വലിയ പാരഡോക്സ് ആണ്. ഇതിന്റെ കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമത്തിന്റെ കാർക്കശ്യമല്ല. പിന്നെയോ? പ്രശ്നം പ്രധാനമായും ദത്തെടുക്കലിന് മുൻപുള്ള നടപടിക്രമങ്ങളിലാണ്. അതായത് കുട്ടികളെ കണ്ടെത്തുക, അവരുടെ പശ്ചാത്തലം ഉറപ്പാക്കുക, അവരെ CWC വഴി നിയമപരമായി ദത്തെടുക്കാൻ യോഗ്യരാണെന്ന് പ്രഖ്യാപിക്കുക. ഈ പ്രക്രിയയിലെ കാലതാമസം, ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മ, ജില്ലാതലത്തിലെ വിഭവങ്ങളുടെ കുറവ്, ഇതൊക്കെയാണ് പ്രധാന തടസ്സങ്ങൾ. അപ്പോ ഭരണപരമായ പ്രശ്നങ്ങളാണ് കൂടുതലും. അതെ, അഡ്മിനിസ്ട്രേറ്റീവ് ബോട്ടിൽനെക്സ് എന്ന് പറയാം. ഇതാണ് GS പേപ്പർ 2-ല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗവേണൻസ് ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് പ്രധാന വെല്ലുവിളികളൊന്ന് ചുരുക്കി പറയാം. 1. നിയമപരമായി ദത്തെടുക്കാൻ ലഭ്യമായ കുട്ടികളുടെ എണ്ണം കുറവാണ്. 2. ചെറിയ കുട്ടികളോടുള്ള സാമൂഹികമായ ഒരു മുൻഗണനയുണ്ട്. 3. ദത്തെടുക്കുന്ന രക്ഷിതാക്കൾക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര പരിശീലനമോ കൗൺസിലിങ്ങോ കിട്ടുന്നില്ല. 4. ജില്ലാതലത്തിലെ ഈ കാര്യക്ഷമതയില്ലായ്മ. ഇതൊക്കെ തന്നെയല്ലേ? അതെ, പ്രധാനമായും ഇവയൊക്കെയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണ്? വേ ഫോർവേഡ്. നിയമങ്ങൾ ലഘൂകരിക്കുകയാണോ വേണ്ടത്? അല്ല, നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനേക്കാൾ പ്രധാനം കൂടുതൽ കുട്ടികളെ ഈ നിയമപരമായ ദത്തെടുക്കൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയ കാര്യക്ഷമമാക്കുക എന്നതാണ്. അതെങ്ങനെ ചെയ്യാം? പ്രധാനമായിട്ടും ജില്ലാതല ശിശുക്ഷേമ സമിതികളെ, CWCസുകളെ ശക്തിപ്പെടുത്തണം. അവർക്കാവശ്യമായ പരിശീലനം, ആളുകൾ, മറ്റു വിഭവങ്ങളൊക്കെ നൽകണം. പിന്നെ ദത്തെടുക്കുന്ന മാതാപിതാക്കൾക്ക് നിർബന്ധമായും പരിശീലനവും കൗൺസിലിംഗും നൽകണം. അത് പ്രധാനമാണ്. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളെയോ പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളെയോ ദത്തെടുക്കുമ്പോൾ. അതോടൊപ്പം സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം വേണം. എല്ലാത്തരം കുട്ടികളെയും സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. ശരിയാണ്. അപ്പോ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഇന്ത്യയിലെ ദത്തെടുക്കൽ സമ്പ്രദായത്തെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം നൽകിക്കാണുമെന്ന് കരുതുന്നു. യഥാർത്ഥ പ്രശ്നം നിയമത്തിന്റെ സങ്കീർണതയല്ല, മറിച്ചതിന്റെ നടത്തിപ്പിലെ കാര്യക്ഷമത കുറവാണെന്ന് നമ്മൾ കണ്ടു. ഈ പോയിന്റുകളൊക്കെ ഇന്ന് തന്നെ ഒന്നുകൂടി നോക്കുന്നത് ഓർത്തുവെക്കാൻ നിങ്ങളെ സഹായിക്കും. തീർച്ചയായും. ഈ വിഷയത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ദത്തെടുക്കൽ പ്രക്രിയ സുഗമമാക്കുന്നത് കുട്ടിക്കടത്ത് പോലുള്ള വലിയ സാമൂഹിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടയാനും സഹായിക്കും. കാരണം ഓരോ കുട്ടിക്കും ഒരു കുടുംബത്തിൽ സ്നേഹത്തോടെ വളരാൻ അവകാശമുണ്ട്. ആ അവകാശം ഉറപ്പാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നാളെ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലതു വരട്ടെ.